ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചുവന്നുള്ളി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഉള്ളിക്കറി തയ്യാറാക്കുന്നത്. അപ്പം വളരെ രുചികരമായിട്ടുള്ള ഈ ഉള്ളിക്കറിയുടെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ പച്ചരിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടും നന്നായി കഴുകി അതിലെ വെള്ളം എല്ലാം വാർന്നു പോയ ശേഷമാണ് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ ഇത് വല്ലാതെ കറുത്ത് പോകാതെ ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയ ഉടനെ തന്നെ നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കണം. ഇനി ഉള്ളിക്കറിക്കായിട്ട് ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. ഏകദേശം ഒരു 15 ചുവന്നുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 വെളുത്തുള്ളി അല്ലിയും 1 പച്ചമുളകും ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് രണ്ടും കൂടെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആദ്യം വെളുത്തുള്ളി അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-11 വെളുത്തുള്ളി അല്ലിയാണ്. അത് അരിഞ്ഞിട്ടൊന്നുമില്ല, ചെറിയ അല്ലി ആയതുകൊണ്ട് ഡയറക്റ്റ് നേരിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരൊറ്റ പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ നെടുകയും കുറുകയും കീറിയിട്ട് 4 കഷ്ണമാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആക്കി വയ്ക്കാം. ഇനി അതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15 ചുവന്നുള്ളി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വലിയ ഉള്ളികളെല്ലാം ഞാൻ ഒരു 4 കഷ്ണമാക്കിയിട്ടും ചെറിയ ഉള്ളികൾ 2 പീസാക്കിയിട്ടുമാണ് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുകൂടെ ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇത് കരിഞ്ഞു പോകരുത്. അതേസമയം ഉള്ളി നന്നായിട്ട് വഴന്ന് ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നവരെയും നമുക്ക് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വഴറ്റി കൊടുത്തോണ്ടേയിരിക്കാം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ പൊടികളുടെ പച്ചമണമെല്ലാം പോകാൻ വേണ്ടി നമുക്ക് ആ എണ്ണയിലേക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കത് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് വരണം. വഴന്ന ആ പൊടികളുടെ ആ പച്ച ചുവയൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരണം. ഈ സമയത്താണ് ഇനി നമ്മളതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് പുളിവെള്ളം മാത്രമേ കാണുള്ളൂ. അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പുളിയിലേക്ക് ആ ഉള്ളിയുടെ ഭാഗങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്ത് വരണമല്ലോ. അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിയുടെ അളവും അതുപോലെ ഉപ്പിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്ന് നോക്കാം. കൂടുതലായിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ പച്ചരിയും ഉഴുന്നുപരിപ്പും, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിക്ക് 1 ടേബിൾ സ്പൂൺ മതി. എന്തിനാണ് അതിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കറി ഒന്ന് പെട്ടെന്ന് കുറുകി നല്ല ഒരു ഫ്ലേവർ വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഉഴുന്നുപരിപ്പിൻ്റെയും പച്ചരിയുടെയും പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒന്നിച്ച് തന്നെ വറുത്ത് പൊടിച്ചിട്ട് വേണം നമ്മൾ മാറ്റി വയ്ക്കാൻ. അതാദ്യം ചെയ്യണം. ഇപ്പോൾ നല്ലൊരു ഉള്ളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്.
നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഈ കറി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടില്ലല്ലോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.